ഇന്നിവിടെ ഈ ദുരന്തബാധിതരായ ജനങ്ങൾ അധിവസിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ഭൂമി, അവർ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി അവരുടെ നാളുകളിൽ അവർക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂമിയിൽ സമരം വേണ്ട എന്നൊരു തീരുമാനം, രാഷ്ട്രീയമായൊരു സമരം നടത്തേണ്ട എന്നൊരു തീരുമാനമെടുത്തതുകൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രത്യക്ഷത്തിലൊരു സമരത്തിലേക്ക് ഞങ്ങൾ കടക്കാത്തത്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മറ്റ് കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ജനങ്ങൾക്ക്, ഇവിടെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി താമസം ഒരുക്കുന്നതിൽ ഈ പറയുന്ന അതോറിറ്റികൾ വീഴ്ച വരുത്തുന്ന ഘട്ടമുണ്ടായാൽ, ഈ ഘട്ടമുണ്ട്, ആ ഘട്ടത്തെ തുടർന്നുള്ള തുടർ സമര പരിപാടികളെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ വളരെ സൂക്ഷ്മമായ സമരപരിപാടികളിലേക്ക് കടക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പരിപാടികളുണ്ട്. അല്ല, ഞാൻ ഈ കുടിലുകെട്ടി സമരം DYFI ഇവിടെ നടത്തി, ഇവിടെ കോൺഗ്രസിൻ്റെ വാങ്ങിയ സ്ഥലത്താണ്. കോൺഗ്രസ് കാശ് കൊടുത്ത് പാർട്ടി കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ്, സർക്കാർ അനുവദിച്ച സ്ഥലമല്ല. അവിടെ വന്ന് എവിടെ ഭവന നിർമ്മാണ പദ്ധതി തുടങ്ങുന്നില്ലല്ലോ എന്ന് ചോദിച്ച് സമരം നടത്തി. ആ DYFIക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ നിർമ്മാണം നടപ്പിലാക്കി സർക്കാർ പൂർത്തീകരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്, അത് സർക്കാർ കൊടുക്കുന്ന CPM കൊടുക്കുന്ന പോലെയാണ് പ്രചരിപ്പിച്ചത്. CPM കൊടുക്കുന്ന പോലെയാണ് പ്രചരിപ്പിച്ചത്. ആ പ്രചരിപ്പിച്ച ഭവനങ്ങളിൽ ഇപ്പോൾ ചോർച്ചയുണ്ട്. ആ ഭവനങ്ങളിൽ പലതിൻ്റെയും പണി പൂർത്തീകരിക്കപ്പെടുന്നില്ല. അവിടേക്ക് ആർക്കും തന്നെ കടന്നു താമസിക്കാൻ സാധിക്കുന്നില്ല. അവരുടെ സമരത്തിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ധർമ്മടത്ത് പോയി പിണറായി വിജയൻ്റെ വീടിന് മുമ്പിൽ ഒരു കുടിൽ കെട്ടി സമരം ചെയ്യണമെന്നുള്ളതാണ് DYFIയോട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ അത്തരത്തിലുള്ള സമരത്തിലേക്ക് കടക്കാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ഭവനങ്ങളിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ജനതയെ വല്ലാതെ ആശങ്കപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാം വലിയൊരു ആശങ്കയോട് കൂടി തന്നെ ഇനി ഈ വിഷയത്തെ നോക്കിക്കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ അനുബന്ധമായ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ച് അതിൻ്റെ ക്വാളിറ്റി പരിശോധന നടത്തി ജനങ്ങൾക്ക് വീട് കൈമാറുന്നതിന് മുമ്പ് ഈ വീടുകളിൽ ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോരായ്മയില്ലെന്ന് ഉറപ്പുവരുത്തണം. പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ചുമരുകളിൽ പോലും വിള്ളൽ കാണുന്നുണ്ട്. റൂഫിൽ മാത്രമല്ല ചുമരുകളിലും വിള്ളൽ കാണുന്നുണ്ട്. ഇതിൻ്റെ നനവ് കണ്ടെത്തി അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. മന്ത്രിക്ക് നല്ല വയ്യായി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാം. നനവ് കണ്ടെത്തി ഗുണഭോക്താവ്, അതായത് ഈ വീടിന്റെ ഗുണഭോക്താവാണ്, അയാളാണല്ലോ അതിനുള്ളിൽ താമസിക്കേണ്ടത്. ഞാനോ നിങ്ങളോ അല്ല. അത് നനവുണ്ട്, ഞാൻ കണ്ടതാണ്. അത് നനവുണ്ട്. മന്ത്രി വന്നിട്ട് മാർക്ക് ചെയ്തത് അത് ഉരച്ച് നോക്കിയിട്ട് ആ മാർക്ക് ചെയ്തത് മാത്രം മാച്ച് കളഞ്ഞിക്കുക, പെൻസിൽ കൊണ്ടുള്ള മാർക്ക്. ബാക്കിയുള്ള ഭാഗം, ആ ക്രാച്ചുള്ള ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ആ ക്രാച്ച് ഉണ്ടെന്ന് മൂപ്പർക്ക് അറിയാം. മേലെ പോയി നോക്കിയാൽ നമ്മൾ ചോറല്ലേ തിന്നുന്നത്, ആ മേലെ പോയി നോക്കിയാലേ അറിയാം. അത് നല്ല മിണ്ടിക്കണേ. അത് ഞാൻ കണ്ടതാണ് 2 ആഴ്ച മുന്നേ. എങ്ങനെ മാർക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ കണ്ടത്. മാർക്ക് ചെയ്തപ്പോൾ ഞാൻ ഇത് എന്താണെന്ന് നോക്കി. അപ്പോൾ മേലെ നോക്കുമ്പോൾ ഒരു കിനിവ് ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യം കണ്ടത് അവർ കണ്ടിട്ടാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ നൗഫലിനെ വല്ലാതെ കേക്ക് നൗഫലിനെ വല്ലാതെ പ്രയാസപ്പെടുത്തണ്ട. ഞാൻ കൃത്യമായിട്ട് പറയാം. ആദ്യം ആര് കണ്ടു എന്നുള്ളത് കൊണ്ട് ഈ വിഷയമല്ലാതാകുമോ? ഭൂമി കുലുക്കത്തെ പോലും ഭൂകമ്പത്തെ പോലും അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്നും അതിനുവേണ്ടി മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ തുക കൂട്ടി ചെയ്ത് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് കൈമാറിയ ഒരു വീടിനകത്ത് വെള്ളം കിനിത്തിറങ്ങാൻ പാടുണ്ടോ? ഇനി വിള്ളൽ വേണ്ട, മന്ത്രി പറഞ്ഞു വിള്ളലില്ല, മറ്റൊരു കൊണ്ട് ക്രാക്കാണ്, പോട്ടെ, വിള്ളലും ക്രാക്കും എല്ലാം വിട്ടേക്ക്, വെള്ളം കിനിത്തിറങ്ങാൻ പാടുണ്ടോ? വേനൽ മഴയല്ലേ തുടങ്ങിയിട്ടുള്ളൂ, വർഷം തുടങ്ങിയിട്ടില്ലല്ലോ, വേനൽ മഴയല്ലേ പെയ്തുള്ളൂ. അപ്പോഴേക്കും ഇതുപോലെ വെള്ളം കിനിത്തിറങ്ങുന്ന ഒരു ഘട്ടമുണ്ടായാൽ ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പോരായ്മയുണ്ട് എന്നുള്ളതല്ലേ? അപ്പോൾ ആ വീട്ടിൽ താമസിക്കേണ്ടുന്ന ആ വീട്ടിൽ അലോട്ട് ചെയ്യപ്പെട്ട ആൾക്ക് സ്വാഭാവികമായിട്ടൊരു ആശങ്ക ഉണ്ടാകില്ലേ? സ്വാഭാവികമല്ലേ? നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുമ്പോൾ മാർച്ച് 26-ന് രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട സ്ഥലത്ത് ഒരു വീടിന്റെ തറയ്ക്ക് കുഴി പോലും എടുത്തില്ല. അത് നിങ്ങളുടെ ഭാഗത്ത് എന്താണ് അതിനെക്കുറിച്ച്? അതിനെ പറ്റിയിട്ട് അതും പറയാം. അതിനെ പറ്റിയിട്ട് ഞങ്ങൾ പല ഘട്ടത്തിലായിട്ട് പറഞ്ഞതാണ്. ഈ ദുരന്തമുണ്ടായ സമയത്ത് ഞാനും അന്നത്തെ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള അഭിമറയ്ക്ക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾ 10-15 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. ജില്ലാ പ്രസിഡന്റും അരുൺദേവ് ഉൾപ്പെടെ പിന്നെ അമലും അരുൺദേവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ദിവസങ്ങളോളം ഇവിടെ UK പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അന്ന് സർക്കാർ ഭവന നിർമ്മാണത്തിന് വേണ്ടി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ തയ്യാറാകുന്ന ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത് സർക്കാരിലേക്ക് പണമടയ്ക്കണമെന്നും സർക്കാർ അത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഏൽപ്പിക്കുമെന്നും അവർ നിർമ്മാണ പ്രവർത്തനം നടത്തുമെന്നാണോ പറഞ്ഞിരുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തകരാരും കേട്ടിട്ടില്ലല്ലോ, ഞങ്ങളാരും കേട്ടിട്ടില്ല. അന്ന് സന്നദ്ധ സംഘടനകളെ സ്വാഗതം ചെയ്തു, ഭവനം നിർമ്മിക്കാൻ തയ്യാറുള്ള സന്നദ്ധ സംഘടനകളെ സ്വാഗതം ചെയ്തു. ഞങ്ങളും അന്ന് കണക്കാക്കിയതും സർക്കാർ പറഞ്ഞും പറയാതെ പറഞ്ഞതും പേഴ്സണലി സംസാരിച്ചപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനോട് സംസാരിച്ചതും സ്ഥലം സർക്കാർ ലഭ്യമാക്കുമെന്നുള്ളതാണ്.
സ്ഥലം സർക്കാർ ലഭ്യമാക്കുമായിരുന്നെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അങ്ങനെ സ്ഥലം സർക്കാർ ലഭ്യമാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഞങ്ങൾ ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് ഗവൺമെൻറ് പറഞ്ഞത് 8 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ഭവനങ്ങൾ നിർമ്മിക്കാവുന്ന ഇതുകൾ മാത്രമാണ് ഇവിടെ അംഗീകരിക്കൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും യൂണിഫോമായിട്ട് 8 ലക്ഷം രൂപ വിലമതിക്കാവുന്ന ഭവനങ്ങൾ നിർമ്മിക്കണമെന്ന് സർക്കാർ ഡിമാൻഡ് ചെയ്യാൻ കാരണം? സ്ഥലം സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു കോട്ടിംഗ് സ്വാഭാവികമായിട്ട് സർക്കാരിന് പറയാമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് 30 ഭവനങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെതായി രാഹുൽ ഗാന്ധിയുടെ 100 ഭവന പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളും അതിൻ്റെ കൂടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സർക്കാർ സ്ഥലം നൽകിയില്ല. സർക്കാരിൻ്റെ നിലപാട് മാറ്റി ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. പണം മുഴുവൻ CMDRFിലേക്ക് നൽകണമെന്ന് പറഞ്ഞു. പിന്നീട് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ കരാറെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഘട്ടത്തിൽ നിന്ന് സർക്കാർ പിന്മാറിപ്പോയപ്പോൾ സ്വാഭാവികമായും ഊരാളുങ്കൽ സൊസൈറ്റിയെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശങ്കയുണ്ടായിട്ടുള്ള ആളുകൾ ആരും തന്നെ അതിലേക്ക് പണം കൈമാറുന്ന ഘട്ടമുണ്ടായില്ല. ഞങ്ങൾ തീരുമാനിച്ചതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചതും മറ്റ് ചില സന്നദ്ധ സംഘടനകൾ തീരുമാനിച്ചതും അവരെല്ലാം സ്വന്തം നിലയ്ക്ക് തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ വൈകിയതിനെ മാധ്യമങ്ങളായാലും മറ്റുള്ള ആളുകളായാലും താരതമ്യം ചെയ്തത് സർക്കാരിനോടാണ്. സർക്കാരും പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സർക്കാർ എന്ന് പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJPയും ഈ നാട്ടിലെ രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും പൗരനും പൗരബോധം ഇല്ലാത്തവനും എല്ലാവരും കൂടി ചേർന്നതാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. വോട്ടുള്ളവനും വോട്ടില്ലാത്തവനും കൂടിയതാണ്. ആ സംവിധാനത്തെ സിസ്റ്റത്തെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ഉപയോഗിക്കാൻ സാധിക്കുക? ഇനി ഞാനത് മുഴുവൻ പറഞ്ഞോട്ടെ. ഇനി അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയോട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കേണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടല്ലേ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 100 ഭവനങ്ങൾ പ്രഖ്യാപിച്ചു, 51 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി എല്ലാ പ്രവർത്തനവും പൂർത്തീകരിച്ച് കൈമാറി. അവിടെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് തടസ്സമുണ്ടായല്ലോ. തോട്ടഭൂമിയാണ്, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ നോട്ടീസ് കൊടുക്കുന്ന ഘട്ടമുണ്ടായി. ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥലം കിട്ടാൻ വൈകി? ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം പോലും എന്നോട് ഇങ്ങോട്ട് വന്ന് കമ്മിറ്റ് ചെയ്ത 5 ഭവനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് സ്ഥലം നൽകാൻ വേണ്ടി തയ്യാറായി വന്ന ആളുകളുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്താൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഇവിടെ വയനാടുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്, മാളയിൽ നിന്നാണ്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. എവിടെ വേണമെങ്കിലും ഭൂമി നമുക്ക് നിർമ്മാണ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിക്കും. ഇത് തോട്ടഭൂമികൾ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ പലയിടങ്ങളിലും സ്പെഷ്യൽ സോണുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സ്പോൺസർമാരായി വന്ന സ്ഥലങ്ങൾ പലതും ഏറ്റെടുക്കാൻ സാധിക്കാതെ പോയി. 2, ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങാൻ തയ്യാറായി അതിൻ്റെ ഇടയിൽ ചർച്ചകൾ നടന്ന പല സ്ഥലങ്ങളിലും സമാനമായ പ്രശ്നങ്ങൾ തന്നെ, അതിൻ്റെ ആധാരങ്ങളും അതിൻ്റെ മറ്റ് സബ് ഡോക്യുമെൻറ്റ്സ് എല്ലാം പരിശോധിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഇതേ പ്രശ്നങ്ങൾ തന്നെ കടന്നു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ നിയമക്കുരുക്കില്ലാത്ത സ്ഥലം കിട്ടാനുള്ള ഒരു വലിയ കാലതാമസം ഉണ്ടായി. ആ സ്ഥലം കിട്ടാൻ വന്ന കാലതാമസമാണ് ആദ്യ ഘട്ടത്തിലുണ്ടായ ഡിലേ എന്ന് പറയുന്നത്. രണ്ടാമത്, അവിടെ ഞങ്ങൾ ഒന്നും തുടങ്ങിയില്ല എന്ന് പറയുമ്പോഴും അവിടെ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഒരു ദിവസം പറഞ്ഞത്, രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ ആരും ഒരു അനുവാദം പോലും എടുത്തില്ല എന്ന് പറഞ്ഞു. അവിടെ ഇപ്പോൾ വേണമെങ്കിൽ എൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കാം, കണ്ടിരുന്നല്ലോ. അപ്പോൾ കണ്ട വാർത്ത വന്നില്ല, കാണാത്ത വാർത്തയാണ് ആദ്യം വന്നത്. ഞങ്ങൾക്ക് ഒരു മോഡൽ ഭവനം നിർമ്മിക്കാനുള്ള കേസ്മാർട്ടിലൂടെ മോഡൽ ഭവനം നിർമ്മിക്കാനുള്ള അനുവാദം ഞങ്ങൾ പാർട്ടി വാങ്ങി. KPC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിലാണെന്ന് അല്ലേ? സർക്കാരിന് 2700 രൂപയും കൊടുത്തിട്ട് സർക്കാരിലേക്ക് സർക്കാരിന് 2700 രൂപ ഫീസും അടച്ച് അതിൻ്റെ അനുവാദം വാങ്ങിയ ഘട്ടത്തിൽ പോലും അവിടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ആരും അനുവാദം വാങ്ങിയില്ല എന്ന് പറഞ്ഞു. ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും കൊടുത്തു. എന്നാൽ അനുവാദം വാങ്ങിയതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ട് അതൊരു വാർത്ത വന്നില്ല. സ്വാഭാവികമായിട്ടും വരാൻ സാധ്യത കുറവുള്ള കാര്യമാണ്. പോട്ടെ, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അനുവാദം വാങ്ങി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ തുടങ്ങാൻ വേണ്ടുന്ന ലേഔട്ട് ഉൾപ്പെടെ തിരിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പറഞ്ഞു. KPC പ്രസിഡന്റ് തന്നെ കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തിട്ടാണ് സ്ഥലം വാങ്ങിയത്. അതിനർത്ഥം ഞങ്ങൾ ഇനിയുള്ള ഭവനങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ പോലും പാർട്ടി എന്ന നിലയ്ക്ക് AICCയുടെയും KPCCയുടെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊണ്ടാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഖ്യാപിച്ച ഭവനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സേവന താല്പര്യത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്. അതിനെ സർക്കാരിൻ്റെ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത വീടുകളുമായി താരതമ്യം ചെയ്യുന്നത് നീതിയല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. അത് നീതിയല്ല.